ഭാരതത്തിന്റെ ശോഭനമായ ഭാവിക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയും പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനുമായ മൗലാന അബ്ദുൽ കലാം ആസാദിന് ആദരമർപ്പിച്ചുകൊണ്ട് രാജ്യം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. രാജ്യത്തെ ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരായതിനാൽ അവർക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും നൈപുണ്യ വികസന അവസരങ്ങളും നൽകേണ്ടത് നിർണായകമാണ്. അതിനാൽ തന്നെ ശക്തമായ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള യജ്ഞത്തിലാണ് കേന്ദ്ര സർക്കാർ. എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാനുള്ള അവസരം ലഭിക്കാൻ വിവിധ സംരംഭങ്ങളിലൂടെയും ഭരണഘടനാ വ്യവസ്ഥകളിലൂടെയും സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 21A മുഖേന ഭരണഘടനയുടെ 86ാം ഭേദഗതിയിലൂടെ ശക്തിപ്പെടുത്തിയ സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമാക്കിയ വിദ്യാഭ്യാസം മൗലികാവകാശമായി ഉറപ്പു നൽകുന്നു. 2010 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം 2009 നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഔപചാരിക സ്കൂളിൽ ഓരോ കുട്ടിക്കും ഗുണനിലവാരമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഈ നിയമചട്ടക്കൂടുകൾ സർക്കാർ പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും പിന്തുണയോടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ 2020 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 21ാം നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങളുമായി മികച്ച രീതിയിൽ യോജിക്കുന്നതിന് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പുനഃക്രമീകരിക്കാൻ ദേശീയ വിദ്യാഭ്യാസ നയം ശ്രമിക്കുന്നു. 2022 സെപ്റ്റംബർ 7 അംഗീകാരം ലഭിച്ച PM ശ്രീ സ്കൂൾ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി ഇന്ത്യയിലുടനീളമുള്ള 14,500-ലധികം സ്കൂളുകളെ ശക്തിപ്പെടുത്തുകയാണ്. ഈ പദ്ധതി വിദ്യാർത്ഥികളിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, വൈജ്ഞാനിക വികസനം, 21ാം നൂറ്റാണ്ടിലെ കഴിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി സമഗ്ര ശിക്ഷ എല്ലാ കുട്ടികൾക്കും അവരുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളും ആവശ്യങ്ങളും അഭിസംബോധന ചെയ്തുകൊണ്ട് സമ്പൂർണവും തുല്യവുമായ ക്ലാസ് റൂം അന്തരീക്ഷത്തോടുകൂടിയ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിടുന്നു. 2021 ഏപ്രിൽ 1 ആരംഭിച്ച ഈ സ്കീം 2026 മാർച്ച് 31 വരെ 5 വർഷത്തേക്ക് തുടരും. 2022-2027 സാമ്പത്തിക വർഷത്തിലാണ് ഉല്ലാസ് പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ന്യൂ ഇന്ത്യ സാക്ഷരതാ പരിപാടി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ കേന്ദ്രാവിഷ്കൃത സംരംഭം 15 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്നവരെ, പ്രത്യേകിച്ച് ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്നു. 2021 ജൂലൈ 5 സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പാണ് നിപുൺ ഭാരത് ആരംഭിച്ചത്. പദ്ധതിക്ക് കീഴിൽ 3ാം ക്ലാസോടെ രാജ്യത്തെ എല്ലാ കുട്ടികളും അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും കൈവരിക്കുന്നു. 1ാം ക്ലാസ് കുട്ടികൾക്കായുള്ള 3 മാസത്തെ പ്ലേ അടിസ്ഥാനമാക്കിയുള്ള സ്കൂൾ തയ്യാറെടുപ്പ് മോഡ്യൂളിനായുള്ള വിദ്യാപ്രവേശന മാർഗനിർദ്ദേശങ്ങൾ 2021 ജൂലൈ 29 പുറത്തിറക്കി. ഗ്രേഡ് 1 പ്രവേശിക്കുന്ന കുട്ടികൾക്ക് ഊഷ്മളവും സ്വാഗതാർഹവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. സുഗമമായ പരിവർത്തനവും പോഷണവും ഉറപ്പാക്കുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. 2021 സെപ്റ്റംബർ 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച സ്കൂൾ വോളണ്ടിയർ മാനേജ്മെന്റ് പ്രോഗ്രാമാണ് വിദ്യാഞ്ജലി. സമൂഹത്തിന്റെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സംരംഭങ്ങളിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നുമുള്ള സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. വിദ്യാഭ്യാസത്തിൽ നൂതനമായ പരിഹാരങ്ങളും പരീക്ഷണങ്ങളും ത്വരിതപ്പെടുത്തി അധ്യാപക പരിശീലനവും പ്രൊഫഷണൽ വികസനവും വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന പ്ലാറ്റ്ഫോമാണ് ദീക്ഷ. രാജ്യത്തുടനീളമുള്ള അധ്യാപകർക്ക് പ്രയോജനം ചെയ്യുന്ന ദീക്ഷ പ്ലാറ്റ്ഫോം ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും ശാക്തീകരിക്കുകയാണ്. 2024 ഫെബ്രുവരി 27 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് സ്വയം പ്ലസ്. വ്യവസായവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കായി ഒരു നൂതന ക്രെഡിറ്റ് തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കിയതിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനും തൊഴിലവസരം മെച്ചപ്പെടുത്താനും ഈ സംരംഭം ശ്രമിക്കുന്നു. 42 ലക്ഷം എലിമെന്ററി അധ്യാപകരുടെയും സ്കൂൾ മേധാവികളുടെയും പ്രൊഫഷണൽ വികസനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് നിഷ്ഠ അഥവാ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ്. 2019 ഓഗസ്റ്റ് 21 പദ്ധതി ആരംഭിച്ചത്. കോവിഡ് മഹാമാരി സമയത്ത് നിഷ്ഠ ദീക്ഷ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാക്കി.
ഈ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ 2021-22 സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കായി നിഷ്ഠ 2.0 സമാരംഭിച്ചു. അതേസമയം അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിഷ്ഠ 3.0 2021 സെപ്റ്റംബർ 7 അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിരുന്നു 2015 സെപ്റ്റംബർ 29 വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. സർവകലാശാലകൾ, കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിനും ആരോഗ്യകരമായ മത്സരം വളർത്തുന്നതിനും വിദ്യാഭ്യാസത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മെച്ചപ്പെടുത്തലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും NIRF ഘടനാപരവും സുതാര്യവുമായ ഒരു സംവിധാനം അവതരിപ്പിച്ചു. ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് മികച്ച വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനായുള്ള പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. ഇന്ത്യയിലുടനീളമുള്ള മികച്ച 860 സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ സ്കീം വിദ്യാഭ്യാസ വായ്പ വാഗ്ദാനം ചെയ്യുന്നു. ആഗോള നേതൃത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ പാത അതിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 73,498 കോടി വകയിരുത്തിയിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റിനേക്കാൾ 12,024 കോടി രൂപയുടെ ഗണ്യമായ വർധനവാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ എടുത്തു കാണിക്കുന്നു. പ്രധാന സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എക്കാലത്തെയും ഉയർന്ന വിഹിതം അനുവദിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് 9,302 കോടിയും നവോദയ വിദ്യാലയങ്ങൾക്ക് 5,800 കോടിയും അനുവദിച്ചു. ഈ ഗണ്യമായ നിക്ഷേപം ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൂടുതൽ ഉയർത്താനുള്ള വ്യക്തമായ ഉദ്ദേശത്തെ പ്രതിഫലിപ്പിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ബജറ്റ് വിഹിതം 47,619.77 കോടി രൂപയാണ്. ഇതിൽ 7,487.87 കോടി പദ്ധതികൾക്കും 40,131.90 കോടി രൂപ പദ്ധതിയേതര ചെലവുകൾക്കുമായി നീക്കിവെച്ചു. ഇത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 3,525.15 കോടി രൂപയുടെ ഗണ്യമായ വർധനയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പ്രത്യേക സ്കീമുകൾക്കുള്ള വിഹിതം 1,139.99 കോടി രൂപ വർദ്ധിച്ചുവെന്നത് ശ്രദ്ധേയമാണ്. 2024 ജനുവരിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 2021-22 ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ പുറത്തിറക്കി. 2011 ആരംഭിച്ചത് മുതൽ AISHE എല്ലാ രജിസ്റ്റർ ചെയ്ത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കുന്നു. കൂടുതൽ കരുത്തുറ്റതും ചലനാത്മകവുമായ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സംഭാവന നൽകിക്കൊണ്ട് വർദ്ധിച്ച എൻറോൾമെന്റ്, ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ വർഷങ്ങളായി കാര്യമായ പുരോഗതികളെ സർവേ എടുത്തു കാണിക്കുന്നു. സ്ത്രീ പ്രവേശനത്തിലും ശ്രദ്ധേയമായ വളർച്ചയുണ്ടായി. 2014-15 1.57 കോടിയായിരുന്നത് 2021-22 2.07 കോടിയായി ഉയർന്നു. 32% വർധനയാണ് ഇത്. SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ എന്നിവയുൾപ്പെടെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം ഗണ്യമായി വർദ്ധിച്ചു. 2021-22 ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് 1.01 ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വിദ്യാർത്ഥിനികൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ ചേരുന്നതിന്റെ സ്ഥിരമായ പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നു. പ്രതിസന്ധികളെ മറികടക്കാനും അവസരങ്ങളുടെ വാതിലുകൾ തുറക്കാനും സമൂഹത്തിന് അർത്ഥപൂർണമായ സംഭാവനകൾ നൽകാൻ വ്യക്തികളെ പ്രാപ്തരാക്കാനും വിദ്യാഭ്യാസത്തിന് ശക്തിയുണ്ട്. തുടർച്ചയായ നവീകരണത്തിലൂടെയും സമഗ്രമായ പരിഷ്കാരത്തിലൂടെയും ശക്തമായ ഒരു സംവിധാനം കെട്ടിപ്പടുത്തുകൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല ഗണ്യമായി വികസിച്ചു. പുതിയ ആശയങ്ങൾ, സാങ്കേതിക വിദ്യകൾ, അധ്യാപന രീതികൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു സമഗ്രമായ 360 സമീപനം സ്വീകരിച്ചതിലൂടെ യുവാക്കൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യ സൃഷ്ടിക്കുന്നു. അവരെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള പ്രധാന ആസ്തികളാക്കി മാറ്റുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പൈതൃകത്തെ നാം ആദരിക്കുമ്പോൾ എല്ലാവർക്കും ശോഭനവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ ഭാവിയുടെ അടിസ്ഥാന ശിലയായി വിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്ക് വീണ്ടും ഉറപ്പിക്കാം.